1 2 3 സ്റ്റാർ. ഹേ ഗായ്സ്, അപ്പം പന്തറപ്പാച്ചിന്നാല് ഹേ ഗായ്സ്, അപ്പോൾ കുറേ ആയി ഞാനൊരു യൂട്യൂബ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഒരു വ്ളോഗ് ആക്കാം, ഒരു ട്രാവലിംഗ് വ്ളോഗ് ആക്കാം നമുക്ക്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർക്കാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബാംഗ്ലൂർ പോണ ഒരു ട്രാവലിംഗ് വീഡിയോ. സോ എൻ്റെ ഫാമിലിയൊക്കെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മളിപ്പം ഇപ്പം ടൈം എത്രയായി? 8:15. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 11 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നത്. പക്ഷേ ഞങ്ങൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഫാമിലി എല്ലാവരും മുമ്പേ പോയി. ഇന്നാണ് ഫാമിലി. ഇന്ന് 8 മണിക്ക് ഓല് പോയി. കാരണം ഞങ്ങൾക്ക് ടിക്കറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ബസ്സിലും കുറച്ച് ആൾക്കാർ ട്രെയിനിലും ഇനി പോണത് കോമഡി ആട്ടോ. അങ്ങനെ ടിക്കറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നല്ല റഷാണ്. കാരണം ഇപ്പോൾ ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല റഷാണ് ടിക്കറ്റൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർ ബസ്സിലും ഞങ്ങൾ ട്രെയിനിലുമാണ് വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കസിനെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. സോ നമ്മൾക്ക് 11 മണിക്കാണ്. ഇവിടെ നമ്മൾ മണ്ണൂരാണ്. അപ്പം മണ്ണൂരിൽ നിന്ന് 11 മണിക്ക് എങ്ങനെയാണ് ഈ ഇവിടുന്ന് എങ്ങനെ പോണത്? എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം മനസ്സിലായില്ല. ഇവിടുന്ന് എങ്ങനെ പോണത് എങ്ങനെയൊന്നും അറിയില്ല. ഇവിടുന്ന് നമ്മൾ ഫറോക്കിലേക്ക് പോകും. ഫറോക്കിന്ന് ഫറോക്കിന്ന് കോഴിക്കോട് ട്രെയിന് കയറിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നേരെ പോണത്. ഭയങ്കര റിസ്കി പരിപാടിയാണ് എടുക്കുന്നത്. ഏത് മൂഡ്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ നമുക്ക് ഇനി തുടരാം ഗൈസ്. ഒരു വിഷമമുണ്ട്. കാരണം നമ്മളൊരാളെ ഇവിടെ ഒറ്റ കയ്യിലാണ് പോണത്. ആള് കാരണം ഇതാ ഇവിടെ ഇരിക്കുന്ന ആള് നമ്മൾ പോണതിന്റെ വിഷമത്തിലിരിക്കുകയാണ്. പാവാണ്. നമുക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാൻ നിൽക്കുകയാണ്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. മടിച്ച് നേരെ കോഴിക്കോട്ടേക്ക്. ഞാൻ ആദ്യം വന്നതിനാ എടുക്കാൻ. നമ്മളിതാ ഇപ്പം ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ കോഴിക്കോട്. ട്രെയിൻ നമ്പർ 3. ഇതാണ് റജിമ, ഇതാണ് ദിയ, ഇത് ദീനു. This is the reality. ഇവിടെ എല്ലാവർക്കും ജലദോഷം. ഞാനാണ് കൊണ്ടുവന്നത്. അത് ഓളിപ്പോ വലിയ മൊയിലേരായി മാറിയിട്ട്. അങ്ങനെയുള്ളത് ഇപ്പൊ ഒരാളെ കുറ്റമല്ലല്ലോ. കൂടി തന്നു ഉമ്മ. അത് നമ്മള് ട്രെയിന് എത്താനായി. നമ്മൾ പോകാൻ മണിക്കൂർ ലേറ്റാണ്. നമ്മൾ പോവാൻ നേരത്ത് ഇന്ത്യൻ റെയിൽവേ നമുക്ക് ഫാൻ ഇട്ട് തന്നു. ഇന്ത്യൻ റെയിൽവേ അല്ലല്ലോ, ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരാൾ ആവിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ പഠിച്ചാണ് ഇങ്ങനെ. അരമണിക്കൂർ ലേറ്റാണ് നമ്മളെ ഈ ട്രെയിന്. കോഴിക്കോട് നിന്ന് അങ്ങോട്ടുള്ള ട്രെയിന് 1 മണിക്കൂർ ലേറ്റാണ്. ടാസ്ക് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇപ്പം റൺ ചെയ്യണത്. മേക്കപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാക്കറിയാം. ചോറാണോ ഇവിടെ നിന്നല്ലേ ചോറ് വെച്ചിട്ടല്ലേ വന്നത്? ഒന്നും പറയാനില്ല. ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ടാറ്റ. ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കാരണം ജനറൽ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടാവും എന്ന് തോന്നുന്നു. സോ സ്മെല്ലുണ്ടോ? കോഴിക്കോടെത്തി. ഇവിടെ നിന്ന് ഇനി ട്രെയിൻ നമ്പർ 2 എവിടേക്കും ബാനസ്വാടി. അത് പ്ലാറ്റ്ഫോം 1-ലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അത്
തണുത്തോയോ? തണുത്ത് പോയിണ്ടാവില്ലേ? പാവ ഒരാൾക്ക് കുടിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെ. പാവായി പാവണേ. പറഞ്ഞതിന് 100 പ്രാവശ്യം പറയില്ല നമ്മള്. അതല്ലെങ്കിൽ വേറെ പറയാണ്ടേനു. അല്ലെങ്കിൽ വേണ്ട. മര്യാദക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവര് രണ്ടാളും, ദിനവും ഉമ്മയും. ഞങ്ങൾ ഓരോ വിളിച്ച് വരുത്തി ഇങ്ങോട്ടേക്ക്. ഫാനില്ല, കൊതുകടി, ചൂടെടുത്ത് ബാഡ് പീപ്പിൾ അല്ല അങ്ങനെയൊക്കെ ചെയ്യാം. ഒരിരിക്കണ സ്ഥലത്തുനിന്ന് ട്രെയിന് വന്നു കഴിഞ്ഞാൽ നമ്മളെ കോച്ചിലേക്ക് ഒരുപാട് പോകാനുണ്ട്. ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ജലദോഷമുള്ള ആള് പറയാതെ ബദാം കുടിക്കൂലെന്ന് പറഞ്ഞ ആളെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുടിക്കുക. വാങ്ങണ സമയത്ത് നമ്മളോട് പറഞ്ഞ വാങ്ങണ്ട, എനിക്ക് വാങ്ങണ്ട, ജലദോഷം വെട്ടെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടാൽ എന്നെ വെട്ടുന്നു, എനിക്ക് ജലദോഷം ഇരുന്ന് കുടിക്കുക. എന്നിട്ട് അവിടെ പോയി ഇരുന്ന് ആരും കാണാതെ കുടിക്കുക. ശരിയുണ്ടോ? പല്ല് കൊയ്യുണ്ടോ? ചൂടെടുത്തിട്ട് പൊന്നോ വിരുക്കണ് ഉരുക്കണ്. വിരുക്ക് അതെങ്ങനാ? ആരോട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ രണ്ടാളും തേടി പിടിച്ച് കണ്ടുപിടിച്ച സീറ്റാണ്. അതുകൊണ്ട് ചൂടെടുത്താലും മിണ്ടാതെ നിൽക്കാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലേ? ഞാൻ മലയാളത്തിൽ പറഞ്ഞ അവിടെ ഇരുന്നോണ്ടി അല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. 11:10 12 മണി മിനിമം ആവും ട്രെയിന് വരാൻ. ഒരു രണ്ടാളും ചായ വെള്ളം ഒക്കെ വാങ്ങാൻ പോയതാണ്. ഞാൻ പോട്ടെ, അത്രയും ചൂടവിടെ. ഒന്നാമത് നമ്മളിങ്ങനെ ഷോൾ ഇങ്ങനെ ഇടുന്നോണ്ട് അത്യാവശ്യം നല്ല ചൂട് വരും. പറയണ മുഴുവൻ അവിടെ കേൾക്കണുണ്ടോ അറിയില്ല. പൊട്ടന്മാരെ പോലെ ആവും ചിലപ്പോൾ. അപ്പം എന്നാൽ ശരി, നിർത്തല്ലേ? നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ, അത് നല്ലത്. ഇനി നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുറേ നമ്മൾ വീഡിയോ ആകുമ്പോൾ ലാഗാവും. അപ്പം ലാഗ് അടിപ്പിക്കാതെ നമ്മൾ എങ്ങനെയൊക്കെ വ്ളോഗ് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മളൊരു പ്ലാൻ. ഒരു കമൻറ്റ് വരും, തീരെ ലാഗ് അടുപ്പിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. എനിക്ക് ഈ സാധനം ഇങ്ങനെ ഒടിക്കാൻ തോന്നുന്നു, അത്ര ഞാൻ ഈ സാധനം ഉണ്ട്. ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കും, അറിയാതെ പോലും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നു. ശീലമായിപ്പോയി. എന്നായിക്കോട്ടെ, നമ്മൾ ഈ കൊതുക് കടി കണ്ടിട്ട് ഇങ്ങനെ ചില്ലാക്കാം. ഏത് മൂട്ട് കൊതുക്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പോലെ പറഞ്ഞേ, കാരണം ആ തിരക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഒരു ഫിലിം കണ്ട് ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ രാവിലെ ആയി. നമ്മൾ പുതിയ എടുക്കുമ്പോഴാണ് അത് ദൈവം വെച്ചത്. ആരെങ്കിലും എടുക്കുമ്പോൾ അത് ചെയ്യണം, മൂക്ക് കയറ്റിക്കുന്നു. പിന്നെ ഇവിടെ വെച്ചോ അല്ല പിന്നെ പക്ഷെ ഇതിൽ നമ്മളൊക്കെ കാണും. നമുക്കവിടെ ഈ അവിടെ പോയി ഇരിക്കും. ഇങ്ങനെ ഒന്നറിയാത്തൊരു എടുത്തരാം. വേണ്ട, നമുക്ക് എന്തോ പറയണ്ടേ. ഒരാള് മഹാരാഷ്ട്ര കിറ്റ് ഒന്നും എടുക്കാതെ മഹാരാഷ്ട്രവാടി എത്തിയിട്ട് നമ്മളിവിടെ എത്തിയിട്ട് അറിയാതെ നമ്മൾ ഇരിക്കുക. എത്തിക്കണേ, മനസ്സോടെ എത്തി ഇറങ്ങിക്കോ. ഞങ്ങൾ എത്തിയിട്ട് അവിടെ ഇരിക്കുക, എല്ലാരും നല്ലപോലെ ഇരിക്കുക. എന്റെ ചാർജർ എടുത്തു.
ഞങ്ങള് ഇറങ്ങി ക്യുക്കായിട്ട് നമ്മൾ ഇറങ്ങിയല്ലേ. സർപ്രൈസ് നമ്മൾ അറിഞ്ഞില്ലേ മാനസവാടി എത്തിയത്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കേനു. അല്ല മാനസവാടി എത്തിയോ? എത്തിണ്ടാവും ചെലപ്പോ, ചെലപ്പത്തി ഉണ്ടാവില്ല. ഇതിപ്പോ കോമഡി ആവുകയല്ലേ. ഇതിപ്പോ ഇവിടെ നിർത്താതെ പോയി കഴിഞ്ഞാൽ നല്ല കോമഡി. കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടനോട് ഞാൻ ഇവിടെ ഇങ്ങനെ ഡോറിന്റെ അവിടെ നിന്നിട്ട് ചോദിച്ചു. മൂപ്പര് മനസ്സിലായി. ചിലപ്പോ എനിക്ക് അങ്ങനെ ഭാഷ മനസ്സിലായില്ല. പക്ഷെ ബാലസവാടി എല്ലായിടത്തും ബാലസവാടി ഇല്ലല്ലേ? ഇങ്ങനെ തെറിയാണോ ബാലസവാടി എത്തിയോ എത്തിയോ ഇനി ഇവിടെ തെറിയാണെങ്കിലും പറയാൻ പറ്റില്ല. ചേട്ടൻ വെറുതെ മാസം ശമ്പളമായിരുന്നു ബാലസവാടി എല്ലാം എടുക്കണല്ലോ. എന്റെ ബാഗ് സൈഡ് ബാഗ്. ആ സൈഡ് ബാഗിലുള്ള ബാഗ് ഇതായോ? ടെൻഷൻ കൂടുതൽ ഇനി എന്തെങ്കിലും എടുക്കാനില്ലല്ലോ, ഒന്നുമില്ലല്ലോ. വെരി റോങ്. ശരിയാണ്. അല്ല ഈ കൂട്ടത്തിൽ ഏറ്റവും ഞാനാണ്. ഇനി വരല്ലോ, ഇനി കൊറേ വ്ളോഗ് വരാം. അപ്പൊ അതിലൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും നിങ്ങൾക്ക് ഒരുവിധം എല്ലാരും സ്വഭാവങ്ങളൊക്കെ. അപ്പം ഇത് പാർട്ട് വണ്ണിലല്ല. ഓക്കെ, നമുക്ക് പാർട്ടായിട്ടില്ല ഞാൻ ചിലപ്പോൾ ഇടും. കാരണം ഇത് ലോങ് വീഡിയോസ് ആയിരിക്കും. ഡോക്യുമെന്ററി പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഒക്കെ ലോങ് വീഡിയോസ് ആയിരിക്കും. ഇപ്പൊ പാർട്ട് ഇടാനാണ് ചാൻസ് കൂടുതൽ. യെസ്, എന്തായാലും വരും. അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഞങ്ങളതൊക്കെ ചെയ്തിട്ട് സെറ്റാക്കും. ഒക്കെ പറഞ്ഞുതരാം. ശരിയല്ലേ? അതിനിപ്പം ഒരു ബോർഡ് വെച്ചില്ല. ഇഷ്ടാ ഇവിടെ ഒരു ബോർഡ് വെക്കണ്ടേ മാനസവാടി എന്നുള്ളത്? റജി പറയണ എന്താ അറിയോ, അവിടെ ഒരു ഇറക്കണ്ട, ഇറക്കം കണ്ടേ. ഏതിറക്കം? അവിടെ ഉള്ള ഇറക്കം നമ്മൾ ഈ ഇറക്കം എങ്ങനെ കാണാനാണ്? അങ്ങനെതാണ് സംഭവിക്കും യാത്രകളിൽ. അത്തരത്തിലുള്ള നമ്മൾ തെറ്റുകൾ ഉണ്ടെങ്കിലേ യാത്രകൾ നടക്കുള്ളൂ. തെറ്റുകൾ ഉണ്ടെങ്കിലേ യാത്ര നമുക്ക് എന്താ പറയാ, ആലോചിക്കുക. അടുത്ത സ്റ്റോപ്പിലൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. യെസ്, അതാണ് നമ്മള്. അവിടെ എക്സ്പ്ലോർ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചധികം അങ്ങോട്ട് വരാനുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. വഴി തെറ്റി പഠിച്ചാലാണ് നമുക്ക് വഴി പിന്നെ മറക്കൂല. അപ്പം അങ്ങനെ എല്ലാ സ്ഥലത്തും ട്രൈ ചെയ്യും. ശരിയാട്ടോ. ട്രെയിനൊക്കെ ആണെങ്കിൽ അടുത്ത ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് ഫ്ലൈറ്റ് അത് അസാധ്യമാണ്. ശരി, ഇനി അടുത്ത നമുക്ക് ഊബർ വിളിക്കട്ടെ. ശരി ഗൈസ്, ഒരു ഊബർ വിളിച്ചിട്ട് ബാക്കി അതന്നെ രസക്ക് റൂമിൽ എത്തിയെടുക്കും. ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുമ്മ. ഇനി ചായ കുടിക്കാം. ചായ ഉണ്ടോ? ആ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അയ്യോ, ആ പറഞ്ഞോ. അപ്പം നമ്മള് ഇനി നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ചായ കുടിക്കാൻ പോകണം. കാരണം നമ്മൾക്ക് ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ചായ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. അപ്പം നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നമുക്കറിയില്ല ഇവിടെ ചായ കുടിക്കാൻ എവിടെയൊക്കെ അറിയില്ല. നമ്മൾ പോയി നോക്കട്ടെ, ചായ കിട്ടുമോയെന്നറിയില്ല. പോയി നോക്കട്ടെ. ഇളന്നി കുടിച്ച് ചായ കിട്ടിയില്ല. ഇനി നമുക്ക് ഇളന്നി കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ നമ്മളിനി റൂമിലേക്ക് പോകുകയാണ് ഗൈസ്. അറിയൂ, നല്ല ടയേർഡാണ്. വീട്ടിൽ ഫ്രഷൻ അപ്പ്. പ്ലാൻസ് ഒന്നുമില്ല. മേ ബി ഈവനിങ് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങും. ആൻഡ് വിൽ ഷോ യു എവിടെ പോകണം അല്ലേ. ഹോപ്പ്ഫുള്ളി ഉറങ്ങിയിട്ടില്ലെങ്കിൽ. ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിവിടെ എത്തി. അതാണ് നമ്മുടെ റൂം വരുന്നത്. അത് നമ്മളവിടെ അങ്ങനെ എത്തി. നമ്മളിനി ഫുഡ് കഴിക്കണം. ടയേർഡായില്ല. ഞാനേ ഓറില്ല, പക്ഷെ ഇതിന് പനിയാണ്. അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അത്യാവശ്യം ഓവർ ടയേർഡായിട്ടില്ല ഞാൻ. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് വളക്കേണ്ടി വരും. ഗൈസ് ഞങ്ങൾ അങ്ങനെ എത്തി.
ഇനി ഫ്രഷായി പറഞ്ഞാൽ 100 പ്രാവശ്യം പറയണ്ടല്ലോ, ഫ്രഷായി ഫുഡ് കഴിക്കണം. ഇന്ന് ഞാൻ വിചാരിക്കണേ ഇനി പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി സിമ്പിളാവും. ഇതാകുമ്പോൾ കുറച്ച് ലോങ് ആകുമ്പം ശരിയാവില്ലല്ലോ. അപ്പം പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാനിടും. എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.